മാറഞ്ചേരി പഞ്ചായത്തിലെ 21-ാം വാർഡിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈഫുൽ നിസ എന്ന് പറയുന്ന ഇവിടുത്തെ കാൻഡിഡേറ്റ് അവരുടെ ബൂത്ത് മാറി അവരിവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു. അവരുടെ കൃത്യമായ പ്രൂഫ് കൊടുത്തുകൊണ്ട് അവരവിടെ ഓഫീസറുടെ മുന്നേ അത് നൽകി അവരുടെ മുഴുവൻ ആളുകളുടെയും മുന്നിൽ വെച്ച്, ബൂത്ത് ഏജന്റുമാരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് അവരുടെ പേര് വിളിച്ചു കൃത്യമായി അവിടെ വോട്ട് രേഖപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഇവർ പറയുന്നത് അത് നിങ്ങളുടെ പേരല്ല എന്ന്. നമ്മുടെ നാട്ടിൽ സാധാരണയായി വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ബൂത്ത് മാറാറ് സർവ്വസാധാരണയാണ്. ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാറഞ്ചേരി പഞ്ചായത്തിലെ 18-ാം വാർഡിൻ്റെ ഉണ്ടായിരുന്ന സമാനമായ സംഗതി അവിടെ നടന്നിട്ടുണ്ട്. ആ സമാനമായ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ പേരിൽ ഉള്ള വോട്ടിൽ വേറൊരു വ്യക്തി വന്നിട്ട് ചെയ്ത് അവിടുന്ന് പോയി. പിന്നീട് ആ വോട്ട് രേഖപ്പെടുത്തിയ ആളുടെ ആരാണോ അവരുടെ ആളുകൾ വന്നപ്പോഴാണ് ഇങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയ വിഷയം അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വളരെ സിമ്പിളായിട്ട് ഒരാൾക്ക് തെറ്റുപറ്റി അദ്ദേഹത്തിൻ്റെ കാൻഡിഡേറ്റിൻ്റെ വീട്ടിലത്തെ 8 വോട്ടുണ്ട്. ആ 8 വോട്ടും ഇതേ ബൂത്തിലാണുള്ളത്. 7 വോട്ട് ഒരു വോട്ട് ആ കാൻഡിഡേറ്റിൻ്റെ വോട്ട് മാത്രമാണ് തൊട്ടപ്പുറത്തെ ബൂത്തിലുള്ളത്. ആ ബൂത്ത് ഏജന്റിന്റെ മുന്നിൽ കൃത്യമായിട്ട് അവിടെ വന്ന് പറഞ്ഞ് അത് കൃത്യമായി പ്രൂഫ് കൊടുത്തിട്ടാണ് ഈ കാൻഡിഡേറ്റ് അവിടെ വോട്ട് ചെയ്യുന്നത്. ഇത് കൃത്യമായി അറിയാവുന്നത് നമുക്കറിയാം. വളരെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ ആളും ഇപ്പൊ വനിതാ കാൻഡിഡേറ്റ് എല്ലാ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തോടും കൂടി വരുന്ന ആളുകളൊന്നുമല്ല. ഇതൊക്കെ വളരെ കൃത്യമായി എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ നാട്ടിൻ പ്രദേശങ്ങളിലുള്ള നമ്മുടെയൊക്കെ സഹോദരിമാരും ഉമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഇതുപോലെ തന്നെയാണ് കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത്. അല്ലാണ്ട് രാഷ്ട്രീയം പഠിച്ച് അതിൻ്റെ എല്ലാ സംഗതികളും പഠിച്ചു വന്ന ആളുകളൊന്നുമല്ല. അപ്പോൾ അബദ്ധം ആർക്കും സംഭവിക്കാം. അവിടെ സംഭവിച്ചു. അതിൽ ഏറ്റവും വലിയ അബദ്ധം സംഭവിച്ചത് ഇവിടുത്തെ ഓഫീസർമാർക്കാണ്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളൊരു സംഗതി, ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മാറഞ്ചേരി പഞ്ചായത്തിൽ കേരളം മുഴുക്കെ ചർച്ച ചെയ്യപ്പെട്ട പാതിവില തട്ടിപ്പ് വീരൻ അദ്ദേഹം ഇവിടെ ഈ പ്രദേശത്ത് ഈ 2 വാർഡ് ബേസ് ചെയ്തിട്ട് വലിയ തോതിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് അടക്കമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇതിന് ഈ ലീഗിന്റെ മുഴുവൻ നേതൃത്വവും മറുപടി പറയേണ്ടി വരുമെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ എലക്ഷന്റെ ഓരോ വിഷയങ്ങളും, അതായത് ഇൻഷാദ് അബൂബക്കർ ഈ കേരളത്തിൽ കൃത്യമായി ജനപ്രതിനിധികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്തി അത് പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹം അത് പറയാൻ ശ്രമിക്കുമ്പോൾ ആ ജനാധിപത്യപരമായ ബോധം പോലും ഇല്ലാതെ ആരാണോ അഭിപ്രായങ്ങൾ പറഞ്ഞ് അവരെ സമ്മർദ്ദമുണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് തിരിച്ച് പറയിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തിയെന്നുള്ളതൊക്കെ ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പാതിവില തട്ടിപ്പ് വീരൻ, കേരളം കണ്ട ഏറ്റവും വലിയ ഒരു തട്ടിപ്പ് വീരൻ, ഒരു വാർഡ് മെമ്പറായ ഈ തട്ടിപ്പ് വീരൻ നടത്തിയ ഇത്തരം സംഗതികളെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ മറക്കാൻ വേണ്ടി, അദ്ദേഹത്തിന് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തു കൂട്ടുന്ന കുറെ സംഗതികളാണിത്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് അവസാനിപ്പിക്കാവുന്ന ഒരു സംഗതി. സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണിത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതി. ഇപ്പൊ പറയുന്നു അപ്പുറത്തെ ബൂത്തിൽ ചെയ്തു എന്ന്. ആ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു അവിടേക്ക് വിളിച്ചു, തൊട്ട ബൂത്തിലേക്ക് വിളിച്ചു. ആ വിളിച്ചിട്ട് അവിടെ ആ സംഗതി ചോദിച്ചു, ഈ കാൻഡിഡേറ്റ് അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടോന്ന്. അത് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതാണ്. ഒരു സിമ്പിളായ സംഗതി വളരെ പർവ്വതീകരിച്ച് അതൊരു ഇഷ്യൂസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അഡ്വക്കേറ്റ് ബക്കർ കൃത്യമായി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രകോപനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ഇത്രയും സമാധാനപരമായി ജീവിക്കുന്ന ഈ മനുഷ്യരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്ന്. പ്രത്യേകിച്ച് ലീഗിന്റെ നേതൃത്വം ഇതിന് ചൂട്ട് പിടിച്ചു കൊടുക്കരുത് എന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ വളരെ സിമ്പിളായ ഒരു ചെറിയ പ്രശ്നമാണ്. ആ പ്രശ്നം പർവ്വതീകരിച്ച്
അത് വേറൊരു വൈകാരികമായ സംഗതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി, ലീഗിന് ഇവിടെ കൃത്യമായിട്ട് പരാജയം വന്നിരിക്കുന്നു. ഈ 21-ാം വാർഡിൽ ലീഗിന് പരാജയം വന്നിരിക്കുന്നു. അപ്പൊ അതിൽ നിന്നും മറികടക്കാൻ അടുത്ത വഴികൾ തേടുന്നു. ഇത്രേ ഉള്ളൂ സംഗതി. ഇതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ബാക്കി നിഷാദ് പറയും. ഞാൻ 17-ാം വാർഡ് മെമ്പറായി തുടങ്ങി. ഏകദേശം 5 വർഷത്തോളം വാർഡിലെ സജീവമായ പ്രവർത്തന രംഗത്തുണ്ടായ ഒരാളാണ്. നമുക്കറിയാം, നമ്മുടെ വാർഡിൽ നടപ്പാക്കേണ്ട കുറേ പദ്ധതികൾ നമ്മൾ ഈ 5 വർഷം കൊണ്ട് തന്നെ നടപ്പാക്കി എന്നുള്ളതാണ് ഇവർക്ക് ഏറ്റവും വലിയ തലവേദന ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പുഴയോര മേഖലയിൽ ഉപ്പുവെള്ളം കയറുന്ന ഒരു പ്രയാസം ഉണ്ടായിരുന്നു. നമ്മുടെ പല മേഖലകളിലും നല്ല വെള്ളം കിട്ടാത്തതിൻ്റെ പ്രധാന പ്രശ്നം അതായിരുന്നു. എന്നോ ചെയ്യായിരുന്നു ഈ VCBകൾ. എന്താണെന്നാൽ ഉപ്പുവെള്ളം തടയുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന ഷട്ടർ സംവിധാനം ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് നമ്മളെ പ്രധാനപ്പെട്ട 4 തോടുകളും ഈ 5 വർഷം കൊണ്ട് നമ്മൾ പണി പൂർത്തീകരിച്ചത്. ഇത് ഈ വാർത്ത നമ്മൾ ഫേസ്ബുക്കിലൂടെ നമ്മുടെ വാർഡിൽ ചെയ്ത പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇത് നമ്മൾ പറഞ്ഞാൽ ഇത് സക്കാത്തോ അല്ലെങ്കിൽ സദക്കൊന്നുമല്ല. ഒരു വാർഡിലെ ജനപ്രതിനിധി എന്ന നിലയിൽ എന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് പ്രവർത്തനം നടത്തുമ്പോഴും അത് ആ വാർഡിലെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. അതിന് സോഷ്യൽ മീഡിയ ഉണ്ട്. ആ സോഷ്യൽ മീഡിയ നമ്മളിത് ചെയ്യുമ്പോൾ തൊട്ടടുത്ത 16-ാം വാർഡ് മെമ്പർക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുക, നമ്മൾ നടത്തിയ പദ്ധതികളെ പരിഹസിക്കുകയും അത് അവൻ്റെ ഫണ്ടല്ല ഇവൻ്റെ ഫണ്ടല്ല എന്ന് പറഞ്ഞ് ഏകദേശം 10-20 ദിവസത്തോളമായി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ വേട്ടയാടുകയായിരുന്നു. നമുക്കറിയാം, ലക്ഷം വീട് കോളനി നമ്മളെ 17-ാം വാർഡിൻ്റെ ഏറ്റവും വലിയ പരാജയമുള്ളൊരു കോളനിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷം മെമ്പർ ഉണ്ടായിട്ടുണ്ട്, അതിന് 5 വർഷം മുൻ മെമ്പർ ഉണ്ടായിട്ടുണ്ട്. 20 വർഷത്തോളമായി തകർന്ന് കിടക്കുന്ന ലക്ഷം വീട് കോളനി വെറും 5 വർഷം കൊണ്ട് വ്യത്യസ്ത പദ്ധതികൾ ഉപയോഗിച്ച് ഇന്ന് ആ കോളനി എന്ന് പറയാൻ പറ്റില്ല, എല്ലാ വീടുകളും നമ്മൾ നിർമ്മിച്ചു. മാറാമറ്റം പ്രദേശത്ത് 40ഓളം വർഷമായി കുടിവെള്ളമില്ലാത്ത പ്രദേശത്ത് നമ്മൾ പദ്ധതി കൊടുന്നു. 15 ലക്ഷം രൂപയുടെ പദ്ധതി കൊടുന്നു. അവിടുത്തെ 80ഓളം കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടി. പടിഞ്ഞാറ്റുമുറി പ്രദേശങ്ങളിൽ വെള്ളമില്ലാത്ത പ്രദേശങ്ങളിലൊക്കെ നമ്മൾ മെമ്പറായതിനു ശേഷം 2-3 ഘട്ടമായി പല സ്ഥലത്തേക്കും വെള്ളം എത്തിച്ചു. നമ്മൾ ജനങ്ങളെ സേവിക്കുക മാത്രം, ജനങ്ങളെ സഹായിക്കുക മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇതാണ് ശത്രുത. അല്ലാതെ നമ്മൾ ഈ ബക്കറിനെ പോലെ പാവപ്പെട്ട ജനങ്ങളെ പൈസ അടിച്ചു മാറ്റിയിട്ടില്ല. പാവപ്പെട്ട ജനങ്ങൾ ഇന്നും താലിമാല പണയം വെച്ച് നമ്മുടെ അടുത്തേക്ക് പരാതി വരികയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുമോ മെമ്പറെ, നിങ്ങൾ ബക്കറിനെ കണ്ടിട്ട് ആ പൈസ എങ്ങനെയും വാങ്ങിത്തരുമെന്ന് കരഞ്ഞ് വിലപിക്കുന്ന സ്ത്രീകൾ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഇങ്ങനെയൊക്കെ കുടുങ്ങിയിട്ടും ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലാണ് ഞാൻ ബക്കറിനെ കണ്ടുള്ളൂ. ഞാനൊന്നും ഇങ്ങനെയൊക്കെ ബക്കർ കുടുങ്ങിയിട്ട് പോലും നമ്മൾ അവർക്കെതിരെ ഒരു പ്രസ്താവന പോലും നടത്താൻ ഞാൻ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ തയ്യാറായിട്ടില്ല. ഇത് മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം നമുക്കറിയാമല്ലോ. നിങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം ജനങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യാൻ പോയ ആളുകളാണ്. നമ്മൾ സ്ലിപ്പ് കൊടുക്കും, നമ്മളെ പേര് വായിക്കും. പേര് വായിക്കുമ്പോൾ ഏജൻറ്റുമാർ പേര് പരിശോധിക്കും, ഈ ഓഫീസർ പേര് പരിശോധിക്കും. ഇതാരും പേര് പരിശോധിച്ചിട്ടില്ല. ഇവിടെ കറക്റ്റ് സൈഫുനിസ എന്നുള്ള പേരാണ് കൊടുക്കുന്നത്, അപ്പുറത്ത് സവിതാ ചന്ദ്രനാണ്. അപ്പോൾ അത് പരിശോധിക്കണ്ടേ? ഇത് ആരെ ഭാഗത്താണ് ഫാൾട്ട് വന്നിട്ടുള്ളത്? ഉദ്യോഗസ്ഥന്മാർക്കാണ് ഫാൾട്ട് വന്നിട്ടുള്ളത്, അല്ലാതെ ഈ ആൾ ഭാഗത്തല്ല. ഒരു വീട്ടിൽ 8 വോട്ടും ഈ ബൂത്തിലാണ് ധരിച്ചത്. എന്താ, നമ്മൾ വോട്ടർ പട്ടിക മാറ്റം വന്നപ്പോൾ ഉണ്ടായ ചെറിയ പ്രശ്നങ്ങളാണ്. 7 വോട്ട് ഇവിടെ, 1 വോട്ട് അവിടെയായിരുന്നു. അവർ സ്വാഭാവികമായിട്ട് തെറ്റിദ്ധരിച്ചു, ഇവിടെ തന്നെ ആവും എൻ്റെ വോട്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് വോട്ട് ചെയ്തത്. ഇതിനെയാണ് വേറെ കോലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മളെ പൊതുസമൂഹം, എൻ്റെ സഹോദരങ്ങൾ, നാടിലുള്ള ജനങ്ങൾ, പൊതു ആളുകൾ ഇതിൻ്റെ സത്യം മനസ്സിലാക്കണം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് വ്യക്തിപരമായി എന്നെ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു 10-20 ദിവസമായി വാർഡ് തിരിച്ചു പിടിക്കാൻ വേണ്ടി KMCC പോലുള്ള ആളുകൾ റിട്ടേൺ ടിക്കറ്റ് വരെ കൊടുത്ത് ലക്ഷങ്ങൾ മുടക്കി ഇവിടെ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഒരു ദേഷ്യമാണ് ഇപ്പോൾ ഇവർക്ക് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാ ഒരു ഇലക്ഷന് നേരിടുന്ന പോലെ അല്ല ഇപ്രാവശ്യം ഇലക്ഷൻ നേരിട്ടുള്ളത്. ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട്, ജനങ്ങളെ മറ്റുള്ള രീതിയിലൊക്കെ ഒരു വാർഡിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളെ വീട്ടിലേക്ക് ഇവർ ചെല്ലുകയാണ്. ഒരു ഫേസ്ബുക്കിൽ ഒരാൾ ലൈക്ക് ചെയ്താൽ അയാളെ വീട്ടിലേക്ക് ചെല്ലുകയാണ്, എന്നിട്ട് അവരെ മിരട്ടുകയാണ്. ഒരാൾ കമൻറ്റ് ഇട്ടപ്പോൾ 3 ആളത്ര അയാൾക്ക് വിളിച്ച്, എന്തെങ്കിലും അങ്ങനെ കമൻറ്റ് ഇട്ടിരിക്കണ്, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ലൈക്ക് ചെയ്യണം, എന്തിനാണ് നിഷാദ് പ്രവർത്തനത്തിന് നിങ്ങൾ എന്തിനാ സപ്പോർട്ട് ചെയ്യണം? ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന നന്മയെയാണ്. ആ നന്മയെ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ അവർ തിന്മയുടെ ശക്തികളായിട്ടാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജനം അതിനെ തിരുത്തും, ജനം അതിനെ മനസ്സിലാക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.